അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണല്ലോ പാപങ്ങൾ. ഇത് രണ്ട് തരമുണ്ട്. ചില പാപങ്ങൾക്ക് അള്ളാഹുവുമായിട്ട് മാത്രമായിരിക്കും ബന്ധം. ഉദാഹരണമായി മദ്യപിക്കുക, നിസ്കാരം ഉപേക്ഷിക്കുക, നോമ്പൊഴിവാക്കുക, നോക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് നോക്കുക, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുക, പിടിക്കാൻ പാടില്ലാത്തത് പിടിക്കുക, അങ്ങനെ അനേകം അള്ളാഹുമായിട്ട് മാത്രം ബന്ധപ്പെട്ട പാപങ്ങൾ തിരുമുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം പാപങ്ങൾ സംഭവിച്ചാൽ അത് പൊറുക്കപ്പെടുവാൻ അള്ളാഹു തആലാന്റെ മുമ്പിൽ ആ പ്രശ്നം അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ട വിധത്തിൽ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ പറഞ്ഞാൽ അള്ളാഹു തആല പാപങ്ങൾ പൊറുക്കുമെന്ന കാര്യം സുനിശ്ചിതമാണ്. എന്നാൽ പാപങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരിനമുണ്ട്. അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടവയാണ്. മറ്റുള്ള ആളുകളെ പരിഹസിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, വേറൊരാളെ സംബന്ധിച്ച് വ്യഭിചാരക്കുറ്റം ആരോപിക്കുക, ഒരാളുടെ സ്വത്ത് പിടിച്ചു പറിക്കുക, കൊടുക്കാനുള്ള കടബാധ്യതകൾ കൊടുത്തു തീർക്കാതിരിക്കുക, മാനസികമായി അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കത്തക്ക രീതിയിൽ വല്ല വാക്കുകളും പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുക, ഇങ്ങനെ തുടങ്ങി ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപങ്ങളാണ്. ഇത്തരം ദോഷങ്ങൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ പൊറുപ്പിക്കുവാൻ അല്ലാഹു തആലാന്റെ മുമ്പിൽ ആ പ്രശ്നം അവതരിപ്പിച്ചതുകൊണ്ട് മാത്രം പോരാ. അതിന് മുമ്പ് പറഞ്ഞു തീർക്കേണ്ടവ പറഞ്ഞു തീർക്കുകയും കൊടുത്തു തീർക്കേണ്ടവ കൊടുത്തു തീർക്കുകയും ചെയ്ത് അവരുമായി ഒത്തുതീർപ്പിലായ ശേഷം മാത്രമേ അല്ലാഹു തആല ആ പാപം പൊറുക്കൂ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ മുന്നറിയിപ്പ് നൽകിയ ഒരിനം പാപമാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ കാനത്ത് ലഹു മദ്ലിമത്തുല്ലി അഖി, ഒരാൾക്ക് തൻ്റെ സഹോദരനുമായിട്ട് വല്ല ബാധ്യതകളുമുണ്ടെങ്കിൽ അതെന്താ ബാധ്യത എന്നോ, മിൻ ഇർളിഹി ഔ ഷൈഅ്, അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വല്ല കാര്യവും ഒരാളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ശാരീരികമായോ പരിക്കേൽപ്പിക്കുന്ന വല്ലതും ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്ന് തന്നെ അദ്ദേഹത്തോട് പൊരുത്തപ്പെടിച്ചു കൊള്ളട്ടെ. ഇന്ന് തന്നെ എന്ന് വെച്ചാൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും മുമ്പ് തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കട്ടെ. ഖബല അല്ലാ യകൂന ദീനാറും വലാ ദിർഹമുൻ, ദീനാറുകളോ ദിർഹമുകളോ ഇല്ലാത്ത കാലത്തിൻ്റെ മുമ്പായി, അതായത് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെ ദിർഹമുകളോ ദീനാറുകളോ നാണയത്തുട്ടുകളോ നൽകിയിട്ട് പ്രശ്നപരിഹാരത്തിന് സാധ്യതയില്ല. അതുകൊണ്ട് കൊടുത്തു തീർക്കേണ്ടവ കൊടുത്തു തീർക്കേണ്ടതും പറഞ്ഞവസാനിപ്പിക്കേണ്ടതുമെല്ലാം ഈ ലോകത്ത് നിന്ന് തന്നെ നിർവഹിച്ചിരിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്നുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഇവിടെ വെച്ചുകൊണ്ട് തീർക്കേണ്ട സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നം തീർത്തിട്ടില്ല എങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. ഇൻ കാനലഹു അമലുൻ സ്വാലിഹുൻ, ഈ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയ ആൾക്ക് സ്വാലിഹായ കർമ്മങ്ങൾ ഉണ്ട് എങ്കിൽ, നന്മകളൊക്കെ ചെയ്തു പോയ ആളാണെങ്കിൽ, ഉഹിദ മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് ആ നന്മകളെ പിടിച്ചെടുത്തുകൊണ്ട് സൽക്കർമ്മങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് ആരെയാണോ മർദ്ദിച്ചതെങ്കിൽ അവർക്ക് വീതം വെച്ച് കൊടുക്കും. എങ്ങനെയെന്നോ, ബി ഖദ്രി മദ്ലിമത്തിഹി, അവൻ എത്രയാണോ ഉപദ്രവിച്ചതെങ്കിൽ അതിൻ്റെ തോതനുസരിച്ചുകൊണ്ട്. അത് അല്ലാഹു തആലയാണ് തീരുമാനിക്കുക. അതിൻ്റെ അളവെത്രയാണെന്നും അതിൻ്റെ വണ്ണം എത്രയാണ് എന്നും മുഫവ്വദുൻ ഇൽമുഹ ഇലല്ലാഹി തആല, അതിൻ്റെ അറിവ് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്. വ ഇല്ലം യകുൻ ലഹു ഹസനാത്തുൻ, അദ്ദേഹത്തിന് സൽക്കർമ്മങ്ങൾ ഇല്ലെങ്കിലോ, ഈ ഉപദ്രവിച്ച മനുഷ്യൻ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം സൽക്കർമ്മങ്ങളൊന്നും ചെയ്ത മനുഷ്യനല്ല. അങ്ങനെ വരുമ്പോൾ ഉഖിദ മിൻ സയ്യിആത്തി സ്വാഹിബിഹി, അദ്ദേഹത്തിൻ്റെ തിന്മകളെ എടുത്തുകൊണ്ട് ഇയാളുടെ മേലിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള ആളുകൾ ചെയ്ത ആ തെറ്റിൻ്റെ പാപഭാരം ഇദ്ദേഹം പേറേണ്ട അവസ്ഥയായിരിക്കും വരിക. ചുരുക്കത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങളാണെങ്കിൽ അത് അള്ളാഹുമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയതാണ്. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപങ്ങളാണെങ്കിൽ അത് അവരുമായി പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ അല്ലാഹു തആല പൊരുത്തപ്പെടൂ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്കെല്ലാം നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നൽകി നാളെ പരലോകത്ത് നമ്മെ സന്തോഷിപ്പിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.